പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. വലിയ നോയമ്പിൻ്റെ ചൊവ്വാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആഴ്ച മുഴുവൻ കുത്തനെ ഞായറാഴ്ച കർത്താവ് ചെയ്ത അത്ഭുതത്തെപ്പറ്റിയും അത് മുഖാന്തരം ഭൂമിയിലെങ്ങും പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ വേണ്ടി കാണിച്ച അടയാളത്തെപ്പറ്റിയും മനനം ചെയ്യുന്ന ദിവസങ്ങളാണ്. പിതാക്കന്മാരുടെ സദരാചിന്തകൾ നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ധന്യരാക്കുകയും രക്ഷയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ചൊവ്വാഴ്ച അവരിപ്രകാരം പ്രാർത്ഥിച്ചു: ദൈവം തമ്പുരാനെ, സകല പാപവികാരങ്ങളിൽ നിന്നും ഞങ്ങൾ ഏറ്റവും അകന്നു മാറി നിർമ്മലതയോടും സ്തുതിക്കത്തക്ക വിശുദ്ധിയോടും ഈ പരിശുദ്ധ നോയമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. രണ്ട് കാര്യങ്ങളാണ്: പരിശുദ്ധ നോയമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ആയുഷ്കാലമൊക്കെയിലും നിന്നെ സ്തുതിക്കത്തക്ക വിശുദ്ധിയും നിർമ്മലതയും ഞങ്ങൾക്ക് തരണം. നമുക്ക് പൊതുവേ ഒരു ചിന്ത വരുവാൻ ഉള്ളത്, പരിശുദ്ധ നോയമ്പിൽ മാത്രം വിശുദ്ധിയായിരിക്കുക, അത് കഴിഞ്ഞ് പഴയതുപോലെ ആകുക. അതുകൊണ്ടെന്താ പ്രയോജനം? ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. അടുത്ത് ചെല്ലണം. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയിട്ട് 2 സ്റ്റെപ്പ് പുറമോട്ട് പോയാൽ മുമ്പോട്ട് പോയത് പിന്നെയും നടക്കണം. അത് അടുത്ത നോയമ്പിൽ നടക്കുവാനിരുന്നാൽ ആയുഷ്കാലം മുഴുവൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ആത്മീയ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മുന്നോട്ട് നടക്കുവാനുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: നിന്നെ സ്തുതിക്കത്തക്ക വിശുദ്ധി ഞങ്ങൾക്ക് തരണം. ദൈവത്തെ സ്തുതിക്കുവാൻ വിശുദ്ധി ഉണ്ടെങ്കിലേ അവനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും, നമ്മുടെ ജഡത്തെ തോൽപ്പിച്ച് ആത്മപ്രേരണയാൽ അവനെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് ആ വിശുദ്ധി താല്പര്യമില്ലെങ്കിൽ, ആത്മാവിന് ആഗ്രഹമുണ്ടെങ്കിലും ജഡം ആത്മീകമായ ഒരു വേലയും നിവർത്തിക്കുവാൻ നമ്മളെ സഹായിക്കില്ല, സമ്മതിക്കില്ല. വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ആത്മാവിന് ആഗ്രഹമുണ്ടെങ്കിലും, നമുക്കെല്ലാവർക്കും ആ ആഗ്രഹമുണ്ട്, പക്ഷേ ജഡം അതിന് സമ്മതിക്കില്ല. കാരണം ജഡത്തിന് ആവശ്യമായ വിശുദ്ധി കൈവരുന്നില്ല, നിർമ്മലത കൈവരുന്നില്ല. അതുകൊണ്ട് നൊയമ്പിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മൾ ഇരിക്കുമ്പോൾ ആ ഉപവാസവും പ്രാർത്ഥനയും നമ്മളെ വിശുദ്ധീകരണത്തിനും ഉടമസ്ഥന് ഉപയോഗമുള്ള മാനപാത്രവുമായി തീരത്തക്കവണ്ണം നമ്മളെ തന്നെ ക്രമീകരിക്കണം. പത്രോസിൽ അങ്ങനെ ഒരു വചനമുണ്ട്: ഒരു വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും കല്ലും കൊണ്ടുള്ളവയും ഉണ്ട്. ഇവയിൽ ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു. ഇവയെല്ലാം വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമുള്ളതുമായ തിരഞ്ഞെടുക്കപ്പെട്ട മാനപാത്രവും ആയിരിക്കും എന്നാണ്. പല കാര്യങ്ങളെയും നമ്മൾ വിട്ടോടേണ്ടിയിരിക്കുന്നു. വിട്ടോടിയാൽ മാത്രം പോരാ, ആ ഓടിയവയിലേക്ക് പിന്നെയും വഴുതി വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും മുന്നോട്ട് ഓടുകയും ചെയ്യും. മുന്നോട്ട് ഓടുകയും ചെയ്യണം. അത് നോയമ്പ് കാലത്ത് ശ്രദ്ധിക്കണം. ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞാൽ കുത്തനെ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള അവസ്ഥയിലേക്കാളിൽ പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ വീഴുവാനല്ല 50 ദിവസം നമ്മൾ വിശുദ്ധിയെ ആർജിച്ചത്. ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ടാണ്. കാത്തു സൂക്ഷിച്ചാൽ മാത്രം പോരാ, അവിടെ നിന്നാണ് മുന്നോട്ട് വളരേണ്ടത്. അവിടെയാണ് കർത്താവ് പ്രീതിപ്പെടുന്നത്.
നമ്മളൊരു കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ജഡീക ആസക്തികളെ തോൽപ്പിക്കുവാനാണ് ഉപവാസം അനുഷ്ഠിക്കുന്നത്. ജഡീക പാപങ്ങളെ ജയിക്കുന്നതിൻ്റെ അത്രയും ആനന്ദം, കർത്താവിന് പ്രസാദം വേറെ ഒന്നുമില്ല. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മളെ രക്ഷയിലേക്ക് നയിക്കുവാനും അവൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായത്തിൽ, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും ജീവൻ്റെയും ആത്മാവിൻ്റെയും പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ തന്നെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിർവഹിക്കേണ്ടതിന് തന്നെ അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മളിൽ പൂർത്തീകരിക്കുവാൻ കർത്താവ് തൻ്റെ ജഡത്തിൽ ശിക്ഷ ഏറ്റെടുത്തു. അത് നമ്മൾ അതിനോട് ചേർന്ന് പങ്കാളികളാകുമ്പോൾ വിശുദ്ധി കൈവരികയും ആ വിശുദ്ധിയെ നിലനിർത്താനുള്ള കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം തമ്പുരാനെ, സകല പാപവികാരങ്ങളിൽ ഞങ്ങളെ ഏറ്റവും അകന്നു മാറി നിന്നെ സ്തുതിക്കത്തക്ക വിശുദ്ധിയോടും ഈ പരിശുദ്ധ നോയമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ഈ സദറ ചിന്തകൾ ആരംഭിക്കുന്നത്. ഇതിൽ വളരെ മനോഹരമായൊരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ദയാലുവും കരുണയിൽ സമ്പന്നനും കൃപയിൽ ഐശ്വര്യവാനും സകലത്തിൻ്റെയും ഭരണകർത്താവുമായിരിക്കുന്ന ദൈവമേ, നീ നല്ല വൈദ്യനാകുന്നു. സൗഖ്യദായക തിരുവെഴുത്തുകളാണ് ഈ 50 ദിവസവും നമ്മൾ ധ്യാനാത്മകമായി ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ ഇരിക്കുന്നത്. സൗഖ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രോഗികൾക്കല്ലാതെ നീതിമാന്മാർക്കോ സുഖത്തോടിരിക്കുന്നവർക്കോ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഡോക്ടറിനെ ആവശ്യമുള്ളത് പേഷ്യൻറ്റിനാണ്. അപ്പോൾ പാപത്തിൻ്റെ രോഗത്തിൽപ്പെട്ടിരിക്കുന്ന നമുക്ക് ഒരു ഡോക്ടറെ ആവശ്യമുണ്ട്. ആ മഹാവൈദ്യൻ യേശുവാണ്. സൗഖ്യത്തിൽ കൂടി ഉള്ള ചിന്തകൾ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ മുറുകെ പറ്റുന്ന പാപങ്ങളെയും ഭാരങ്ങളെയും വിട്ടോടുവാൻ, പാപങ്ങളെ പോക്കുവാൻ ഈ ലോകത്ത് ഒരാൾ മാത്രമേ വാഗ്ദാനം തന്നിട്ടുള്ളൂ. അത് ദൈവപുത്രനായ യേശുവാണ്. ഭാരങ്ങളെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് ഈ ലോകത്തിൽ ഒരാളെ വാഗ്ദാനം നൽകിയിട്ടുള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. വേറെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞാൻ നിൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തരാം, നിൻ്റെ ഭാരങ്ങളെയും ഞാൻ ഏറ്റെടുത്തുകൊള്ളുക. അതുകൊണ്ട് മഹാവൈദ്യനായവന് അവൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെയല്ല, പാപികളെ അത്ര വിളിക്കുവാനാണ്. വന്ന് സൗഖ്യം പ്രാപിപ്പീൻ എന്ന് പറഞ്ഞ് രോഗികളെ നീ വിളിക്കുന്നു. ദാനത്തിൽ താല്പര്യമുള്ള നീ ആവശ്യക്കാർക്ക് നിന്റെ സഹായങ്ങളെ ധാരാളമായി കൊടുക്കുകയും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പാപനുഖത്തിൽ പൂട്ടപ്പെട്ട് അധർമ്മ ഭാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരോട് ഭാരമേറിയ ചുമടുകൊണ്ട് വലഞ്ഞിരിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പ്രാർത്ഥനകളായിട്ട് പിതാക്കന്മാർ എഴുതിയിരിക്കുകയാണ്. ഇതിൽ ഒരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. മനുഷ്യരൂപത്തിൽ ഞങ്ങളോടൊന്നിച്ച് നീ പെരുമാറി പൂർണ്ണ രക്ഷയ്ക്കുള്ള മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് 40 മൈലുള്ള യാത്രയായി
മറ്റൊരു ജീവിങ്കിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ശാന്തകരമായ സ്ഥലത്തേക്ക് ഞങ്ങളെ കടത്തുകയും ചെയ്തു. ഒന്നും കൂടെ പ്രാർത്ഥന വായിക്കാം. അതിനു മുമ്പുള്ള 2 പ്രാർത്ഥനകളൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരും. അതിപ്രകാരമാണ്: ആദ്യം മുതൽ നാശത്തിലേക്ക് പാഞ്ഞ് ക്ഷയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് തിന്മകളിൽ പിഴച്ചവരും മാനസാന്തരം, രക്ഷയ്ക്കുള്ള ആഗ്രഹം എന്നിവകളിൽ മടിയുള്ളവരുമായി ഞങ്ങളെ നീ കണ്ടപ്പോൾ ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ എഴുന്നള്ളി മനുഷ്യരൂപത്തിൽ ഞങ്ങളോടൊന്നിച്ച് നീ പെരുമാറി പൂർണ്ണ രക്ഷയ്ക്കുള്ള മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് 40 മൈലുള്ള യാത്രയായി മറ്റൊരു ജീവിങ്കിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ശാന്തകരമായ സ്ഥലത്തേക്ക് ഞങ്ങളെ കടത്തുകയും ചെയ്യുന്നു. നോമ്പും വ്രതം മൂലം ഞങ്ങളെ പടിപടിയായി കരയറ്റുകയും മാലാഖയെപ്പോലുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. വളരെയധികം ശ്രദ്ധിക്കുക. ഇത് 40 മൈലുള്ള യാത്രയായി മറ്റൊരു ജീവിങ്കിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ശാന്തകരമായ സ്ഥലത്തേക്ക് ഞങ്ങളെ കടത്തുകയും ചെയ്യുന്നു. ഈ 40 മൈൽ, 40 വർഷം, 40 ദിവസം, ഈ 40ന് വളരെയധികം പ്രാധാന്യമുണ്ട്. മനുഷ്യൻ പാപത്തിൽ ആണ്ടുപോയതിനു ശേഷം മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള അവൻ്റെ ശുദ്ധീകരണ കാലഘട്ടമാണ് ഈ 40 എന്ന സംഖ്യ. ഒന്നും കൂടെ പറയാം. മനുഷ്യൻ പാപത്തിൽ ആണ്ടുപോയപ്പോൾ അവനെ ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് 40 എന്നുള്ളത്. അത് 40 നിമിഷമാകാം, 40 മിനിറ്റാകാം, 40 മണിക്കൂറാകാം, 40 വർഷമാകാം, 40 ആഴ്ചകളാകാം, എങ്ങനെ വേണമെങ്കിലും ആകാം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ കനാൻ ദേശത്തിലേക്ക് എത്തിപ്പെടും മുമ്പേ അവരുടെ പാപചെയ്തികൾ നിമിത്തം അവർക്ക് 38 സംവത്സരവും പുറപ്പെടുന്നതും ചെല്ലുന്നതുമായ 2 വർഷവും കൂടെ ചേർത്ത് 40 വർഷത്തെ പ്രയാണം ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യപ്രകാരമാണ് പറയുന്നത്: നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരം ആയിരുന്നു. അതായത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് എത്തുന്നത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 40 സംവത്സരമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് ഈ കനാൻ ദേശം വരെ 3 ആഴ്ചത്തെ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നടന്നു പോകുവാനാണെങ്കിൽ വെറും 3 ആഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ എത്തിപ്പെടാവുന്ന ഒരു ദേശത്തേക്കാണ് അവർ പോയത്. പക്ഷേ അവർ പല പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ടി വരികയും മാത്രമല്ല തങ്ങളുടേതായ പാപങ്ങൾ നിമിത്തം അവരുടെ ഈ യാത്രാപ്രയാണത്തിൻ്റെ കാലഘട്ടം നീണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വേദപുസ്തകത്തിൽ പല സംഭവങ്ങളും കാണിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഈ മനുഷ്യൻ കനാനിലേക്ക് പുറപ്പെട്ട, അതായത് മിസ്രൈമിൽ നിന്ന് അടിമത്തത്തിൽ നിന്നും വിടുർത്തപ്പെട്ട് കനാനിലേക്ക് പുറപ്പെട്ട ഒരു ഇസ്രായേൽക്കാരൻ്റെ പ്രതീകമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. നിങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ യേശു കാണാത്ത ഒരവസ്ഥ ഇല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ചില പ്രയാണങ്ങൾ കടന്നു പോകാതെ പൂർത്തീകരിക്കപ്പെടാതെ നമുക്ക് ഒരു സൗഖ്യം ഉണ്ടാവണമെന്നില്ല. അത് ദൈവം മനഃപൂർവ്വം നീട്ടുന്നത് നമ്മളെ ശുദ്ധീകരിച്ച് നിത്യജീവന അവകാശികളാക്കുവാനാണ്. ലോകപരമായി നമ്മൾ നോക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്തേ നടക്കാതെ പോകുന്നത്
എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് അതിനെ കാണുന്നത് ലോകപരമായിട്ടല്ല, ആത്മലോകപരമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലെ ജീവന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യേശു തമ്പുരാൻ നമ്മൾ ഏതാവശ്യമായിട്ട് പ്രാർത്ഥിച്ചോ ആ ആവശ്യവും വെച്ച് തമ്പുരാൻ ആ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് ഇവനെ എങ്ങനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു തലത്തിലാണ്. ആ തലം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്കും ഇതേ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 40 എന്ന് പറയുന്നത് ഒരു പ്രയാണ കാലഘട്ടമാണ്. അത് നമ്മൾ കടന്നു പോകേണ്ടതാണ്. കർത്താവും കടന്നു പോയിട്ടാണ് ഈ 40ൻ്റെ പ്രാധാന്യം തീർത്തും വർണ്ണിച്ചു തന്നിരിക്കുന്നത്. കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചു. പിശാച് അവനെ 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവൻ കാട്ടുമൃഗങ്ങളോട് കൂടിയായിരുന്നു. ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഉപവാസത്തിൻ്റെയും അനുതാപത്തിൻ്റെയും തീഷ്ണതയുടെയും മരുഭൂപ്രയാണത്തിൻ്റെയും ഒരു തുടക്കമായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഭാഗമായി കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ഈ ഉപവാസത്തിൻ്റെ തീഷ്ണത ഉപവസിക്കുവാൻ വേണ്ടിയായിരിക്കരുത്, മറിച്ച് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം. കർത്താവിനോടുള്ള സ്നേഹം വരേണ്ടത് എനിക്ക് വേണ്ടി യഥാർത്ഥമായി ഉപവസിച്ചിരിക്കുന്നവൻ യേശുവാണ്. അവൻ്റെ ഉപവാസത്തോടെ എൻ്റെ ഈ ബലഹീനമായ ഉപവാസവും പ്രാർത്ഥനയും ചേർത്ത് വയ്ക്കുകയാണ്. എനിക്ക് വേണ്ടി കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകുവാൻ വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് എൻ്റെ പ്രാർത്ഥന ചേർത്ത് വയ്ക്കുകയാണ്. അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഞാൻ ഉപവസിച്ചതുകൊണ്ടോ അല്ല നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കൃപ കിട്ടുന്നത്. ഇത് കർത്താവ് നമുക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ചതുകൊണ്ടാണ്. ഉയർത്തെഴുന്നേറ്റ ശേഷവും കർത്താവ് 40 ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ഉയർത്തെഴുന്നേറ്റ പുതുക്കപ്പെട്ട ശരീരവുമായി ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. 40 ദിവസത്തിന് ശേഷമാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. അതുകൊണ്ട് ഈ 40-ന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ കാലം ചെയ്താൽ, ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയാൽ 40 ദിവസം അവനു വേണ്ടി പ്രാർത്ഥിക്കുകയും അവനു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ ആ ആളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഈ 40-ന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാരിവിടെ പ്രാർത്ഥിക്കുകയാണ്, നോമ്പും വ്രതവും മൂലം ഞങ്ങളെ പടിപടിയായി കരയറ്റുകയും മാലാഖയെപ്പോലുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. അതിനായി 40 മൈലുള്ള യാത്രയായി മറ്റൊരു ജീവങ്കിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ശാന്തകരമായ സ്ഥലത്തേക്ക് കടത്തുകയും ചെയ്യുന്നു. ഈ 40 ദിവസത്തെ പ്രയാണത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തിലെത്തി എന്ന് പറയുന്നത് പോലെ ഈ 40 ദിവസത്തെ ഒരു മരുഭൂപ്രയാണം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു കൊടുക്കും. ഇത് ഒരു പരീക്ഷണമല്ല, ഇതൊരു പരീക്ഷയാണ്. അത് പാസ്സാവണം. നമ്മളുടെ ദുരിതത്തിൻ്റെ ഫലമായി പിശാച് നമ്മളിൽ മേൽ വരുത്തുന്ന പീഡകളുണ്ട്, അതല്ലിത്. ഇത് ദൈവം മിടുക്കനാണോ എന്നറിയുവാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. അങ്ങനെ തന്നെ യാക്കോബ് ശ്ലീഹായുടെ ഒരു വചനമുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ നീ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലത്രേ. അപ്പോൾ അങ്ങനൊരു പരീക്ഷ ഉണ്ട്. അതേസമയം ദൈവം തൻ്റെ മക്കൾക്ക് വിജയം കൊടുക്കുവാനായിട്ട് തരുന്ന പരീക്ഷകളുണ്ട്.
ഇയ്യോബിന് അങ്ങനെ ഒരു പരീക്ഷ കൊടുത്തു. നമുക്ക് തോന്നും ഭീകരമായിരുന്നു എന്ന്. പക്ഷേ അത് ദൈവം അനുവദിച്ചു കൊടുത്ത ആ പരീക്ഷയിൽ ഇയ്യോബ് വിജയം വരിച്ചു. അതുകൊണ്ട് ഈ 40 കാലഘട്ടത്തെ പ്രയാണം നമ്മൾ പിശാചിനോട് മറുത്തു നിൽക്കുവാനുള്ള ഒരു ആയുധമായി നോയമ്പിനെ കാണണം. കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ നമസ്കരിക്കാറുണ്ടല്ലോ. നോമ്പൊരു ആയുധമാകുന്നു, പോരാട്ടമാകുന്നു. അതേസമയം തന്നെ നോമ്പൊരു പറുദീസയുമാകുന്നു. നോമ്പ് പറുദീസയാകുന്നത് കർത്താവിൻ്റെ ഉപവാസത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവ് സന്തോഷിക്കുന്നത് കണ്ട് അവനിൽ ആനന്ദിക്കുമ്പോൾ അത് പറുദീസയും. അതേസമയം കർത്താവ് കാട്ടുമൃഗങ്ങളോടുകൂടി 40 ദിവസവും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് അവനെ തോൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന അതുപോലെ നമ്മളും നമ്മുടെ പരീക്ഷകളിൽ നോമ്പ് കാലഘട്ടങ്ങളിൽ നമുക്ക് നേരിടുന്ന പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശക്തിയാൽ അവൻ്റെ അമിതബലത്തിൽ കീഴ്പ്പെട്ടുകൊണ്ട് പിശാചിനെ തോൽപ്പിക്കുമ്പോൾ അതൊരു യുദ്ധവുമാകും. ഒരേ സമയം തന്നെ നോമ്പ് പറുദീസയും, ഒരേ സമയം തന്നെ നോമ്പ് പറുദീസയും യുദ്ധവുമാകുന്നു. അതുകൊണ്ട് പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയാണ്, കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധ ദിവസങ്ങളിൽ നോമ്പോടും പ്രാർത്ഥനയോടും ഞങ്ങൾ വ്രതജീവിതം നയിച്ച് നീതിയിലും പുണ്യത്തിലും ജീവിച്ച് വിശുദ്ധിയിലും വെടുപ്പിലും പരിചയിച്ച് ഹൃദയപൂർവ്വം സുഹൃതത്തിലേക്ക് കയറുകയും പുണ്യ നടപടികളിൽ എത്തുകയും പൂർണ്ണതയിലേക്ക് വളരുകയും ചെയ്യണമേ. ഇത് വലിയൊരു വേദശാസ്ത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോൾ കാരുണ്യവാനായ കർത്താവേ, ഈ വിശുദ്ധ ദിവസങ്ങളിൽ നോമ്പോടും പ്രാർത്ഥനയോടും ഞങ്ങൾ വ്രതജീവിതം നയിച്ച് നീതിയിലും പുണ്യത്തിലും ജീവിച്ച്. എന്താണ് നീതിയിലും പുണ്യവും എന്ന് പറഞ്ഞാൽ അർത്ഥം? ആരാണ് നീതിമാൻ? നീതിമാൻ പന പോലെ തളർത്തിടും എന്ന് പറയുന്നത് നീതി കിട്ടിയ ആളെന്നുള്ളതല്ല, ലോകപ്രകാരമുള്ളൊരു നീതിയല്ലത്. യേശു നീതീകരിച്ചവൻ, അതായത് പാപത്തിലും അഴുക്കിലും കിടന്ന നമ്മെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് അവൻ്റെ കൃപയാൽ നമ്മൾ വെടിപ്പാക്കപ്പെട്ട അവസ്ഥയ്ക്കാണ് നീതീകരണം എന്ന് പറയുന്നത്. അങ്ങനെ നീതീകരണം ലഭിച്ചവൻ ആ നീതി കാത്തു സൂക്ഷിക്കുമ്പോൾ, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ അവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. അവനാണ് പന പോലെ തളർത്തിടുന്നത്. അല്ലാതെ ഇൻക്ലാബ് വിളിച്ച് കോർട്ടിൽ പോയി ഞാൻ നീതി കിട്ടി അല്ലെങ്കിൽ എനിക്ക് നീതി, അല്ലാതെ ഇൻക്ലാബ് വിളിച്ച് കോർട്ടിൽ പോയി നമ്മളുടെ വ്യവഹാരമൊക്കെ നടത്തി എനിക്ക് നീതി കിട്ടി എന്ന് പറയുന്ന നീതിയല്ല ഈ നീതി. ഇത് കർത്താവിൻ്റെ രക്തത്താൽ നീതീകരണം പ്രാപിച്ച് വിശുദ്ധി ആർജിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ കല്യാണ വസ്ത്രം വിശുദ്ധിയോടെ ധരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ സ്ഥിരതയോടെ കാത്തുകൊള്ളുന്നവനെയാണ് നീതിമാൻ എന്ന് പറയുന്നത്. നീതിമാൻ പന പോലെ തളർത്തിടും. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ കർത്താവെ, നോമ്പോടും പ്രാർത്ഥനയോടും ഞങ്ങൾ വ്രതജീവിതം നയിച്ച് നീതിയിലും പുണ്യത്തിലും ജീവിച്ച് എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിലും സൽപ്രവർത്തികളിലും ജീവിച്ച് വിശുദ്ധിയും വെടുപ്പിലും പരിചയിച്ച് ഹൃദയപൂർവം സുഹൃതത്തിലേക്ക് കയറുകയും. അതായത് നമ്മളിത് പരിചയിക്കുകയാണ്. പരിചയിച്ച് കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവമായി സിദ്ധിയായി ഇത് മാറുകയാണ്. കഷ്ടത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും, അതായത് കഷ്ടങ്ങളിൽ കൂടി ഈ 40 ദിവസത്തെ നമ്മളുടെ വ്രതജീവിതത്തിൽ കൂടി നമ്മൾ ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തിൽ കൂടി നമുക്കൊരു സിദ്ധി കിട്ടും. അതായത് ഇതിനെ വഹിക്കുവാനും സഹിക്കുവാനും കഷ്ടത സിദ്ധതയും, സിദ്ധതയാണ് പ്രത്യാശയും ഉളവാക്കുന്നത്. അതാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. ആ സിദ്ധന്മാർക്കേ പ്രത്യാശയുള്ളൂ. ഈ സിദ്ധി വരാത്തത് കൊണ്ടാണ് കഷ്ടത വരുമ്പോൾ നമ്മൾ ദൈവം എന്നെ മാനിക്കുന്നില്ല എന്ന് തോന്നുന്നതിൻ്റെ കാരണം സിദ്ധി വരുന്നില്ല. കഷ്ടതയിൽ കൂടിയുള്ള
വരം കിട്ടുന്നില്ല. വിശ്വസിക്കുവാൻ മാത്രമല്ല കഷ്ടം അനുഭവിക്കുവാൻ കൂടി വരം തന്നിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വരമാണ്. എപ്പോഴും എന്താണ് ഈ കഷ്ടത എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും എന്തുകൊണ്ടാണ് ഈ കഷ്ടത എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ജീവിതം കഷ്ടപൂർണമാണ് എന്നല്ല അർത്ഥം. കഷ്ടതയിലുള്ള ആനന്ദവും തരും. ഈ കഷ്ടത മാറി നിത്യാനന്ദവും കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനായിട്ടാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. ഈ ലോകജീവിതം ഹ്രസ്വമാണ്, ക്ഷണികമാണ്, അല്പകാലത്തേക്ക് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പുതിയ വീഞ്ഞിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുവാനും ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ദുരാഗ്രഹങ്ങളെയും കീഴ്പ്പെടുത്തുകയും എല്ലാ നാശങ്ങളിൽ നിന്നും സ്വതന്ത്രരാകുകയും സഹനശക്തിയിൽ അലങ്കരിക്കപ്പെടുകയും ജീവൻ്റെ ഉപദേശത്തിൽ ബന്ധിക്കപ്പെടുകയും നിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ഒരുങ്ങുകയും നിൻ്റെ സഹായങ്ങളാൽ ധൈര്യപ്പെട്ട് പോരാട്ടത്തിൽ ആകൽ കർസായെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യുമാറാകണമേ. എത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഒന്നും കൂടെ പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കാം. എല്ലാ ദുരാഗ്രഹങ്ങളെയും കീഴ്പ്പെടുത്തുകയും എല്ലാ നാശങ്ങളിൽ നിന്നും സ്വതന്ത്രരാകുകയും സഹനശക്തിയിൽ അലങ്കരിക്കപ്പെടുകയും ജീവൻ്റെ ഉപദേശത്തിൽ ബന്ധിക്കപ്പെടുകയും നിൻ്റെ ആയുധങ്ങൾ ധരിച്ച് ഒരുങ്ങുകയും നിൻ്റെ സഹായങ്ങളാൽ ധൈര്യപ്പെട്ട് പോരാട്ടത്തിൽ ആകൽ കർസായെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യുമാറാകണമേ. കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാനും പറയുവാനും ഉണ്ട്. കർത്താവെ, പാപത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ഒഴിച്ച് ഞങ്ങൾ അലസതയെ അകറ്റി രഹസ്യ വ്രണങ്ങളിൽ നിന്ന് സുഖം പ്രാപിക്കുകയും. എന്താണ് രഹസ്യ വ്രണങ്ങൾ? ഉള്ളിലെ പാപത്തിൻ്റെ ഫലമായി കുമിഞ്ഞുകൂടിയിരിക്കുന്ന പാപാസക്തി നമ്മളുടെ രഹസ്യമായ വ്രണങ്ങളാണ്. പുറത്ത് പറയുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ രഹസ്യമായി നമ്മൾ ചെയ്യുന്ന സകല പാപങ്ങളും വ്രണങ്ങളായി അവിടെ കുമിഞ്ഞുകൂടിയാൽ അവിടെ എന്ത് വരുമെന്നറിയാമോ? ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി വരും. ക്ഷണിക്കപ്പെടാത്ത ഒരതിഥി. ആ അതിഥിയുടെ പേരാണ് കഴുകൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ശവം ഉള്ളിടത്ത് കഴുകൻ വരും. രഹസ്യ പാപങ്ങൾ രഹസ്യ വ്രണങ്ങളായി അവിടെ ചീഞ്ഞു നാറുമ്പോൾ ശവം ചീഞ്ഞു നാറുന്ന പോലെയാണ്. അവിടെ കഴുകൻ വരും, അത് കുത്തിപ്പറിക്കും. പിശാചെന്ന കഴുകൻ വാണരുളുന്ന അഭയകേന്ദ്രമായി നമ്മുടെ ഹൃദയം മാറ്റപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കർത്താവെ, ഞങ്ങൾ ഈ വ്രതജീവിതത്തെ സ്വീകരിച്ച് സൽപ്രവൃത്തികൾക്ക് ഉണർവും ഉത്സാഹമുള്ളവരായി തീരണമേ. നിനക്ക് തിരുവിഷ്ടമുള്ള പ്രകാരം ഞങ്ങൾ ജീവിച്ച് പരിശുദ്ധ പെസഹായിലേക്ക്, അതിൻ്റെ ആനന്ദത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുകയും സന്തോഷകരമായ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് ചെന്ന് ചേരുകയും നിൻ്റെ മോക്ഷത്തിലെ സൗഭാഗ്യത്തിൽ എത്തി സന്തുഷ്ടരാകുകയും വിജയത്തിൻ്റെ കിരീടം അണിയുകയും ചെയ്യുമാറാണമേ. ഇതാണ് നോയമ്പിൻ്റെ ലക്ഷ്യം. സ്വർഗീയ ആനന്ദം ആസ്വദിക്കുക. അതാണ് ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകേണ്ടത്. ഇത്രയും പ്രാർത്ഥിച്ചതിൽ 3 ദിവസമായിട്ട് നമ്മൾ ചിന്തിക്കുക, എവിടെയെങ്കിലും കർത്താവെ, എനിക്കിതാ ഭീകരമായൊരു രോഗം കിടക്കുന്നു, എൻ്റെ ശരീരത്തിൻ്റെ ഈ വേദനയെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് വല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാത്തവർ ആയിരുന്നില്ല അവർ. പഴയ പിതാക്കന്മാരെല്ലാം അംഗഹീനരായിരുന്നു. കാരണം പീഡയുടെ കാലത്ത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. നിക്കിയാ സുന്നോദോസിലെ പിതാക്കന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. അവരിൽ പകുതി മുക്കാലും അംഗഹീനരായിരുന്നു. ഒന്നീ കാല് കാണത്തില്ല, അല്ലെ കൈ കാണത്തില്ല, അല്ലെ കണ്ണ് പൊട്ടിയവരായിരിക്കും. ഇതെല്ലാം നശിപ്പിച്ചതാണ്. കൈ വെട്ടിക്കളഞ്ഞതാണ്, കാല് വെട്ടിക്കളഞ്ഞതാണ്, കണ്ണ് കുത്തിപ്പൊട്ടിച്ചതാണ്, ദേഹം പൊള്ളിച്ചതാണ്, അടികിട്ടി തളർന്നു കിടക്കുന്നവരാണ്. അങ്ങനെയുള്ള പിതാക്കന്മാർ നിശ്ചയിച്ചുറപ്പിച്ച വിശ്വാസത്തെയാണ് നമ്മൾ ഏറ്റുപറയുന്നത്.
അവരുടെ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ വേദനയും പ്രയാസമൊന്നും ഇല്ലാത്തവരായിരുന്നില്ല അവർ. നമ്മളുടേതിനേക്കാളിൽ എത്രയോ മടങ്ങ് പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചു പോയിട്ടുള്ളവർ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ നിർവൃതി അടയണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ആ കൃപയിലേക്ക് വളരുവാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അവർ ഇപ്രകാരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു: ഞങ്ങളെല്ലാവരും നിൻ്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും നിൻ്റെ വന്യപിതാവിനെ സ്തോത്രം ചെയ്യുകയും നിൻ്റെ പരിശുദ്ധ റൂഹായെ ഹല്ലേലൂയ പാടി പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ, അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.